ഹായ്, സൗമ്യ വ്ലോഗ് ഇസ്രയേലിലേക്ക് സ്വാഗതം. ഇസ്രയേലിൽ ഇൻഡസ്ട്രിയൽ വിസയിൽ നിരവധി ജോലി ഒഴിവുകളാണുള്ളത്. ഫുഡ് പ്രൊഡക്ഷൻ വർക്കേഴ്സ്, ഫുഡ് പ്രൊഡക്ഷൻ ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കൊക്കെ ജോലി വേക്കൻസി ഉണ്ട്. നിങ്ങൾക്ക് ഇസ്രയേലിലേക്ക് വരാൻ ഈ ജോലികൾ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനു വേണ്ടിയ ഡോക്യുമെന്റ്സുകൾ കെയർ ഗീവർ സെക്ടറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണോ വേണ്ടത് ആ ഡോക്യുമെന്റ്സുകളെല്ലാം ഈ ഇൻഡസ്ട്രിയൽ വിസയിൽ വരുമ്പോഴും നിങ്ങൾക്ക് വേണ്ടതാണ്. കെയർ ഗീവർ സെക്ടറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഇസ്രയേലിലേക്ക് കയറി വരുമ്പോൾ എന്താണേലും കുറച്ച് എമൗണ്ട് മുടക്കിയാണ് ഇസ്രയേലിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മെക്കാനിക്കൽ സെക്ഷൻ അതുപോലെയുള്ള വേക്കൻസികളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ നാട്ടിലോ അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളോ എവിടെയെങ്കിലും അതേ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ അതിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ചിലപ്പം ആ ഫീൽഡുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവർ ചിലപ്പം അപ്ലൈ ചെയ്യും. എങ്ങനെയും ഇസ്രയേലിൽ വന്നാൽ മതി എന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്തിട്ട് ഇപ്പം നമുക്കിപ്പം മെക്കാനിക്കൽ സെക്ഷനിലേക്ക് അപ്ലൈ ചെയ്തു, ഇസ്രയേലിൽ വന്നു, മെക്കാനിക്കൽ സെക്ഷനിൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള ജോലി വേക്കൻസികളും അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒന്നിലെ നാട്ടിലോ അല്ലെ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ നിങ്ങൾ അതേ സെയിം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് മറ്റു വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്തേക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ PCC വേണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് ഇസ്രയേലിൽ വരാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള അപ്ഡേഷനായിട്ട് എൻ്റെ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, ബൈ ബൈ.